അടുത്ത വർഷം 8 CBSEയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട്, ഇൻഫോർമേറ്റീവ് ഐഡിയാസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. 8th CBSEയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിടാനുള്ളത് ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ള NCERT നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്കുള്ളത്. എസ്പെഷ്യലി എൻ്റെ പേര് ജംഷാദ് അലി, ഞാൻ സൈലത്തിലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ്. ഇംഗ്ലീഷിനെ പറ്റി പറയുന്ന സമയത്ത് ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. മറ്റു സബ്ജക്റ്റുകളെ പോലെയല്ല ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് അതിൽ ധാരാളം പ്രോസും പോയംസും ആണ് ഉണ്ടായിരിക്കുക. അത് കംപ്ലീറ്റ് ടെക്സ്റ്റ് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മുതൽ. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള റിസോഴ്സുകൾ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണമെന്നല്ല, നിങ്ങൾക്കുള്ള ധാരാളം സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ വേണ്ടി കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ. മാത്രമല്ല, നിങ്ങൾ നേരിടാൻ പോകുന്ന മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം 2 ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു 8 CBSEയിൽ ഉണ്ടായിരുന്നത്, NCERT പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിൽ. ഇത്തവണ ഒരു കുട്ടി 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അക്വയർ ചെയ്യേണ്ട സ്കില്ലുകളെല്ലാം കൂടി ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ്. കാരണം 2 ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഭാരമില്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ ഈ പറയുന്ന 2 ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു സ്കില്ലുകളൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, 2 ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം പ്രോസും ധാരാളം പോയംസും ഉണ്ടായിരുന്നു. ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വലി ആ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് പൂർവേ എന്നാണ്. ആ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ CBSE സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ കമ്പാരിറ്റീവ് പോയംസും പ്രോംസും ഒക്കെ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ. അത് ഇംഗ്ലീഷ് മാത്രമല്ല, മറ്റ് സബ്ജക്റ്റുകളോടും ഉള്ള ഫാക്കൽറ്റീസിനോടും ഡിസ്കസ് ചെയ്ത സമയത്ത് അവരും പറയുന്നത് ആക്ടിവിറ്റീസ് ധാരാളമുണ്ട് എന്നാണ്. ശരിക്കും നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമർ ടോപ്പിക്സ് ആണെങ്കിലും ചാപ്റ്റർ ഓറിയൻറ്റഡ് ആണെങ്കിലും ധാരാളം ക്വസ്റ്റ്യൻസ് അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങിയിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത വർഷം മുതൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൈലം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്നതുപോലെ തന്നെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് കോൾഡ് യോദ്ധ ബാച്ച്. എന്താണ് ഓൺലൈനിലൂടെ നിങ്ങൾ യോദ്ധ ബാച്ചിലൂടെ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓരോ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ തന്നെ ലഭിക്കുക. കൂടാതെ ഇന്നാപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു അടിപൊളി ഫീച്ചർ, അതായത് നമ്മുടെ കേരളത്തിൽ CBSE പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ യോദ്ധ ബാച്ചിലെ കുട്ടികളുമായിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇൻആപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് യോദ്ധ ബാച്ചിൽ തന്നെ ഉണ്ടായിരിക്കും, വേറൊരു ആപ്പ് ഉപയോഗിച്ചിട്ടല്ല, അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതിൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. കൂടാതെ ഒരു ദിവസം ഒരു കുട്ടി തയ്യാറാക്കിയുള്ള നോട്ട്സുകൾ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. തുടങ്ങിയുള്ള ധാരാളം ഫീച്ചറുകളാണ് ഇൻആപ്പ് കമ്മ്യൂണിറ്റി ഉള്ളത്. മാത്രമല്ല, ഈ ഒരു ഡിസ്കഷനിലേക്ക് ടീച്ചേഴ്സും അതുപോലെ തന്നെ മെൻറ്റേഴ്സും കൂടി എൻ്റർ ചെയ്യാൻ ഉള്ള ഒരു അവസരം കൂടി അതിലുണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ടേം വൈസ് ആയിട്ടും ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടും ഒക്കെ എക്സാമുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റിസോഴ്സിൻ്റെ ഇഷ്യൂ ഇല്ല. എക്സാമുകൾ ധാരാളം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ സ്കൂളിൽ നടക്കുന്ന ആ ഒരു എക്സാമിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് നമ്മുടെ യോദ്ധ ബാച്ചിലുള്ളത്. ഇനിയും നിങ്ങൾക്ക് ധാരാളം ഫീച്ചേഴ്സ് പറയാനുണ്ട്. അപ്പോൾ ഇത്തവണ ആണെങ്കിൽ നിങ്ങൾക്ക് ബേസ് പ്ലാന്, ഇൻഫിനിറ്റി പ്രോ തുടങ്ങിയിട്ടുള്ള 3 വേരിയൻറ്റിലാണ് നിങ്ങൾക്ക് നമ്മുടെ യോദ്ധ ബാച്ച് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീച്ചേഴ്സാണ്, ഏതൊക്കെ ബാച്ചിലാണ് ഉള്ളത് എന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിനെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സൈലം ലേണിംഗ് എന്ന് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ അടിച്ചു കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ത്രൂ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഏതായാലും അടുത്ത വർഷം മുതൽ നമുക്ക് അടിപൊളിയായിട്ട് 8ാം ക്ലാസ് സെറ്റാക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് വരിക. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്.